ഇമാമുന ശാഫിഈ തങ്ങൾ ചേർത്ത് വെക്കുകയാണ് ലൈസൽ യതീമുല്ലദി ഖദ് മാത മാലികുഹു ബലിൽ യതീമു യതീമുൽ ഇൽമി വൽ അദബി. യഥാർത്ഥമായ യതീം എന്ന് പറഞ്ഞാൽ വാപ്പ നഷ്ടപ്പെട്ടവനല്ല. ശാഫിഈ തങ്ങളെ വാക്കാണ്, അതൊരു കനമുള്ള വാക്കായിട്ട് മനസ്സിലാക്കണം. ലൈസൽ യതീമുല്ലദി ഖദ് മാത വാലിദുഹു, വാപ്പ മരിച്ചവനല്ല യഥാർത്ഥ യതീം. പിന്നെയോ ബലിൽ യതീമു യതീമുൽ ഇൽമി വൽ അദബി, അദബും ഇൽമും നഷ്ടപ്പെടുമ്പോഴാണ് ഒരാൾ യതീമായി മാറുന്നത്. ഇമാമുന അശ്ശാഫിഈ റളിയല്ലാഹു അൻഹു. അതുകൊണ്ട് ഈ രണ്ട് കൾച്ചർ കൂടെ നമ്മൾ വളർത്തിയെടുക്കണം. ഒന്ന് ഇൽമുമായിട്ടുള്ള ബന്ധം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കൽ ഒരു സഹാബി വന്നിട്ട് മറ്റേ സഹാബിയെ പറ്റിയിട്ട് കംപ്ലൈന്റ് പറയാണല്ലോ. മുത്തനബി, ഇന്ന അഖി, എന്റെ കൂട്ടുകാരൻ, എന്റെ ഒപ്പം പറഞ്ഞ എന്റെ സഹോദരൻ, അവരെപ്പോഴും അങ്ങയുടെ സദസ്സിൽ വന്നിട്ട് ഇൽമു കേൾക്കുന്ന പരിപാടിയുള്ളൂ. എന്റെ കൂടെ വല്ലപ്പോഴും പണിക്കോ അധ്വാനത്തിനോ ജോലിക്കോ വരുന്നില്ല. ഞാൻ ഒറ്റക്കാണ് കുടുംബം പോറ്റുന്നത്. എന്റെ സഹോദരൻ അങ്ങയുടെ ഇൽമിന്റെ മജ്ലിസിൽ വന്നിരിക്കുകയാണ്. അപ്പോൾ റസൂലുള്ളാഹി പറഞ്ഞു, ലഅല്ലക തുർസഖു ബിഹി, പ്രിയപ്പെട്ട സഹോദര, അവൻ അങ്ങനെ ഇൽമിൽ പഠിക്കുന്നത് കൊണ്ടായിരിക്കും നിനക്ക് ബറക്കത്തും റിസ്ഖും ലഭിക്കുന്നതെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അതൊരു ആയേക്കാമെന്ന അർത്ഥമാണെങ്കിലും അത് ഹബീബ് പറയുമ്പോ അത് ഫലം ചെയ്യിപ്പിക്കുന്നത് യഖീനാണ്, ഉറപ്പാണ്. നമ്മുടെ കുടുംബത്തിൽ ഒരാൾ ഇൽമു പഠിക്കുമ്പോ നമ്മുടെ ഒരു മോന് ഇൽമു തേടാൻ പോയിട്ടുണ്ടെങ്കിൽ അവിടേക്കൊക്കെ ഈ ഹദീസ് ചേർത്ത് വെക്കണേ. ആ മോൻ പഠിക്കുന്നത് കൊണ്ട് നിങ്ങളെ വീട്ടിലേക്ക് സാധനം കൊണ്ടുവരാൻ ചിലപ്പോ ആളില്ലെന്ന് വരാം. ചിലപ്പോ ആ പഠിക്കുന്ന മോന് കൂടെ കച്ചവടത്തിനുണ്ടെങ്കിൽ വലിയ സുഖമാണെന്ന് തോന്നാം. അതൊക്കെ പിശാചിന്റെ ധാരണകളാണ്. നിങ്ങളുടെ ജോലിയിൽ ബറക്കത്തുണ്ടാകാൻ, നിങ്ങളുടെ റിസ്ഖിൽ ബറക്കത്തുണ്ടാകാൻ റസൂലുള്ളാഹി ചേർത്ത് വെച്ച വാക്കാണ് ലഅല്ലക തുർസഖു ബിഹി. ആ ഇൽമു പഠിക്കുന്ന ആളെ കൊണ്ടായിരിക്കും നിനക്ക് റിസ്ഖ് കിട്ടുന്നതെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇൽമുമായിട്ടുള്ള ബന്ധം നമ്മൾ പഠിക്കുക, മക്കളെ പറഞ്ഞേക്കുക, അതൊരു വലിയ അഭിവൃദ്ധിയാണ്. അവസാനം